ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വലിയൊരു അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. സാറേ, ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ലപ്പോട്ടെ താൻ പോവാണല്ലോ. തൻ്റെ കാലാവധി അവസാനിച്ചല്ലേ. താൻ വന്നതും നമ്മുടെ ക്ലബിനെ ഇത്ര ഉയർത്തി കൊണ്ടുപോയതും എല്ലാം ഞാൻ ഓർക്കുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ടോ. അതെന്നാ സാറെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ അതൊന്നും ഇല്ല. ഇപ്പോ തനി എന്താ വേണ്ടത്? അവരെല്ലാം കൂടെ എന്നെ പൊങ്കാല ഇടും. അതൊന്നും ഇല്ല. ഇലക്ഷൻ നടത്തി ആരാണോ വിജയിക്കുന്നത് അവര് വരട്ടെ. ശരിയെന്ന് പണ്ടാരക്കാലം. അതേസമയം മറ്റൊരു യൂണിവേഴ്സ് മാഞ്ചസ്റ്റർ. എടാ ചെറുക്കാൻ മുടി വെട്ടറാ. ഞാൻ മുടിയൊന്നും വെട്ടാൻ പോകുന്നില്ല. ഇനി വെട്ടണ്ടാ. 4 മാച്ച് ജയിച്ച് 1 മാച്ച് സമനിലയായെന്ന് പറഞ്ഞ് വെട്ടുന്നില്ലെങ്കിൽ നീ വെട്ടണ്ടോ, നീ ഇറങ്ങിപ്പോടാ. എടോ നന്ദി വേണോടോ. 2024 സെപ്റ്റംബറിൽ ഞാൻ അങ്ങനെ ഒരു യാത്ര ആരംഭിച്ചില്ലായിരുന്നു. ഞാൻ മുടിവെട്ടില്ലാന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലേ ഇന്ന് ഈ ക്ലബിന് ഇത്രയൊരു നീ കൂടുതൽ അങ്ങ് ആക്കല്ലേ. നിനക്ക് റീച്ച് കിട്ടി, അല്ലാതെ ഈ ക്ലബിനൊന്നും കിട്ടിയിട്ടില്ല. നീ മുടി വെട്ടണ്ടെങ്കിൽ വെട്ടണ്ട, ഇറങ്ങിപ്പോടാ. എടോ ക്യാരിക്കേ, താൻ എറിറ്റനാകെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. താൻ വന്നതിന് ശേഷം അങ്ങേര് പറഞ്ഞിട്ടില്ല, അങ്ങേര് തരണം നഷ്ടമില്ലായിരുന്നു. പക്ഷെ എനിക്കുണ്ടാ. ഇറങ്ങി പോടാ. നിന്റെ മുടിയെ പറ്റി നമുക്കൊന്നും അറിയണ്ട. നമ്മളെ പോലും ആ BBC പോലും ഊക്കി വിടുന്നത് നിന്റെ പേര് വെച്ചിട്ടാ. നോ വിൻ നോ ട്രിം എന്ന്. ഇനി സാറേ ഇവനെ അടുപ്പിക്കരുത്. നമുക്കൊരു വില ഇട്ടാതാവും. ഓക്കേടോ, ഇറങ്ങി പോടാ. പിന്നെ കരിക്കാൻ ഞാൻ അവന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതേ ഉള്ളു, അടുത്ത 5 മാച്ച് വിജയിച്ച് അവന്റെ മുടി വെട്ടിച്ചിരിക്കണം നമുക്ക്. പിന്നെ സാറേ അതൊക്കെ നമ്മൾ വെട്ടിച്ചിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ കുറെ ഉണ്ടാക്കും. ആദ്യം 5 മാച്ച് തുടർച്ചയായി വിജയിച്ചിട്ട് വേണ്ടേ. അതേസമയം മറ്റൊരു യൂണിവേഴ്സിൽ അങ്ങ് സൗദി. അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. എടോ തന്നെ അടുത്തല്ലടോ, മറ്റേ അടുത്ത്. എടോ അസ്സലാമു അലൈക്കും. സലാം വിട്രാ ഹിമാറെ. വാലേക്കും മുസ്സലാം. എടാ നീ എന്തുവാടാ BBC എടുത്ത് പോയി പറഞ്ഞത്? റൊണാൾഡോ വെറും ഒരു ജോലിക്കാരൻ മാത്രമോ ഇവിടെ യൂറോപ്പിൽ കിട്ടുന്ന അത്രയും സാലറി അങ്ങനെ കൊടുക്കുന്നോളൂ എന്നൊക്കെ പോയി പറയാൻ നാണുണ്ടാടാ നാളെ നിനക്ക്? സാറേ അത് തന്നെ നമ്മുടെ മുഖം അങ്ങേര് വന്നതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് ഉയർന്നത്. അങ്ങേരതൊക്കെ പറയും. അങ്ങേരെ നമുക്ക് എങ്ങനെയാണ് എന്ത് പറയുക, അന്വയിപ്പിച്ചെടുക്കാം. പക്ഷെ അതേപോലെ അല്ല അവന്മാർ അവസാനം എന്താ പറയുന്നത്, നിന്നെയും നമ്മളെല്ലാരും പൂർത്തിച്ചൊക്കെ വെട്ടുന്നത് പോലെ വെട്ടുവന്മാർ. ഒന്ന് അടങ്ങി ഇരിയടാ. ഞാൻ ക്രിസ്ത്യാനോ കണ്ടിട്ട് ക്രിസ്ത്യാനോ നമുക്കെല്ലാം ഓക്കെ ആക്കാം, നീ വിഷമിക്കാതിരി. സാറേന്ന് വിളിച്ച പാവുണ്ട്. എന്നെ കൊണ്ട് ഒന്നും വിളിപ്പിക്കരുത്. നിങ്ങളുടെ ഓണർഷിപ്പിലല്ലേ മറ്റ് 3 ക്ലബുകളും. അവിടെ എല്ലാം മികച്ച ഡെവലപ്മെന്റ് എടുത്തപ്പോ ഇവിടെ എന്തുവാ വരുത്തുന്ന ജീസസ് എന്ന മനുഷ്യൻ? ഞാൻ അന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ അടുത്ത്. എടോ അതൊക്കെ നമുക്ക് ഒതുക്കാണോ, ഒന്ന് സമാധാനപ്പെട്ടോ. നീ അടുത്ത മാച്ചെങ്കിലും കളിയിടാൻ മോനെ. എന്തുവാടോ അല്ലിത്യാദിന് അടുത്ത മാച്ച് AFC ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഉണ്ട്, അതെങ്കിലും കളിക്കൂ. ഞാൻ പറഞ്ഞ് ഇനി എന്റെ അടുത്ത് വരരുത്. എന്നെ അറിയില്ല, ഞാൻ ഐസ് ബാറൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നോനെ എടുത്തിട്ടിരിക്കും ഞാൻ. എടാ മോനെ എന്തുവാടാ, ഒന്ന് വാടാ. ജാവ ഫ്ലിക്സ് ഇവനെ ഒന്ന് ആശ്വസിപ്പിച്ചേ. ആ മനുഷ്യന് എന്തൊക്കെയാണോ തന്റെ ഒഫീഷ്യൽസ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആ മനുഷ്യൻ വെറും ജോലിക്കാരൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. എടോ താനൊന്ന് മനസ്സിലാക്കണം. അങ്ങേർക്ക് ഇപ്പോൾ ഉള്ള വില്ല ഉണ്ടല്ലോ, അങ്ങേർക്ക് ഒരു വില്ലയുണ്ട്. അതിനോട് ഫ്ലൈറ്റും അതേപോലെ ബോട്ട് വഴി വരാൻ പറ്റത്തുള്ളൂ സൗദിയിൽ. അതുൾപ്പെടെ തന്റെയൊക്കെ മുതുമുത്തച്ഛന്മാർ ഉണ്ടാക്കിയേക്കാളും നേട്ടം അങ്ങേർക്ക് 10 തലമുറയ്ക്കുള്ള അങ്ങേര് ഉണ്ടാക്കിയിട്ടുണ്ടോ? താൻ മനസ്സിലാക്കണോ അതൊക്കെ? അങ്ങനെ വന്നതിന് ശേഷം ഈ സൗദി ലീഗ് ഇവിടെ ഉണ്ടെന്ന് പോലും നാട്ടുകാർ അറിയുന്നത്. അത് മനസ്സിലാക്കിയ തനിക്കൊക്കെ കൊള്ളാം. എടാ ഞാനും അവനും ഒരേ രാജ്യത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഞാൻ അവന്റെ കൂടെ നിൽക്കും. എല്ലാണോ എന്റെ ഇതിൽ നിന്ന് പോയി ഞാൻ അങ്ങേരെ വിളിച്ചെന്ന് ചോദിക്കട്ടെ. ഹലോ ക്രിസ്ത്യാനോ, ഇവിടെ പിടിച്ചെടുത്തേ പറ്റൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ആരും തീരുമാനമാവും. ഇല്ലെങ്കിൽ സൗദി ലീഗ് പണ്ടത്തെ പോലെ താഴോട്ട് തന്നെ പോവും. ഓക്കെ, താൻ ഇതൊക്കെ ചെയ്തോ. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണം. നോക്കട്ടെ. ക്രിസ്ത്യാനോ, നമുക്കെല്ലാം ചെയ്യാം. നീ പറഞ്ഞ പോലെ സ്റ്റാഫ്സിനെല്ലാം സാലറി കൃത്യമായിട്ട് കൊടുക്കാം. നീ പറഞ്ഞ പോലെ താരങ്ങൾ എത്തിക്കാനുള്ള വഴികളെല്ലാം നോക്കാം. നീ കോംപ്രമൈസ് ആവും. എന്നാ ഓക്കെ സാറേ. അന്ന് പറഞ്ഞെല്ലാം
അതൊന്നും കുഴപ്പമില്ല. അയ്യോ അതൊന്നല്ല, മാച്ച് ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞത്. അത് ഞാൻ ശനിയാഴ്ച ഇറങ്ങും. നാളെ ഇറങ്ങി അല്ല ബുധനാഴ്ച ഇറങ്ങിക്കൂടി ആയിരുന്ന. അതിപ്പോ എനിക്ക് മൂടില്ല, ഇപ്പോഴല്ലേ എല്ലാം ഒതുക്കിയത്. ശനിയാഴ്ച ഞാൻ ഇറങ്ങിക്കോളാം. എന്നാ നമുക്ക് അപ്പം എല്ലാം അവസാനിച്ചു. അല്ലാതെ ചന്ദ്ര പിരിഞ്ഞു പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.